ഒന്നാമത്തെ ഭാര്യ അങ്ങനെ പോയി, രണ്ടാമത്തെ ഭാര്യ ഇങ്ങനെ പോയി, അതുകൊണ്ട് ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് പറയുന്നു എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ പിന്നാലെ നടക്കുന്നത്. നമ്മളിവിടെ എങ്ങനെ ജീവിക്കണമെന്ന് വല്ല പിടിയുണ്ടോ അവർക്ക്? ഒരു പിടിയില്ല. പിന്നെ നമ്മളെ ബാധിക്കുന്നില്ല, അതുകൊണ്ട് നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല. പോട്ടെ. ഇനി എന്നാലും നമ്മൾ ഇവരോട് പറയുന്നത് എന്താണ്? ഇനി അങ്ങനെ ഭാര്യ ഇട്ടേച്ച് പോയാൽ എന്താ കുഴപ്പം? നമ്മളിവിടെ അടിമ പെണ്ണുങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് 4 ഭാര്യയെ കെട്ടാം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇഷ്ടം പോലെ അടിമ സ്ത്രീകളും ആകാം എന്ന് പഠിപ്പിക്കുന്ന ഒരു മതം. ഒന്നില്ലെങ്കിൽ ആ മതത്തിൽ നിന്ന് വന്ന ആളല്ലേ ഞാൻ. അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് പിന്നെ ഈ അടിമ പെണ്ണുങ്ങളെ കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്നെങ്കിലും നിങ്ങളൊന്ന് അന്വേഷിച്ചുകൂടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടിട്ട് പോയി എന്നുള്ളത് അത് വലിയ കഥയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അത് ഞാനൊരു ദിവസം നമ്മളുടെ ഒന്നാമത്തെയാണോ രണ്ടാമത്തെയാണോ ഏത് ഭാര്യേനെ ഞാൻ ഓർക്കുന്നില്ല, പോട്ടെ, ഏതായാലും കുറേ ഉണ്ടല്ലോ. ഒരു ഭാര്യേനെ ഞാൻ ഒന്ന് പുറത്തേക്ക് പറഞ്ഞയച്ചു. ഒന്ന് തമാശയ്ക്ക് ഒരു ചെറിയ കാരണമൊക്കെ കുക്ക് ചെയ്തുണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞത്, എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ആൾ വിളിക്കുന്നുണ്ട്, ഒന്ന് പോയിട്ട് വാ എന്ന് പറഞ്ഞു. അങ്ങനെ ആളെ പറഞ്ഞു വിട്ടിട്ട് ആ തക്കം നോക്കിയിട്ട് നമ്മൾ അടിമപ്പെണ്ണുണ്ടായിരുന്നു വീട്ടിൽ. അടിമപ്പെണ്ണുമായിട്ട് ഞാൻ അവളുടെ തന്നെ കട്ടിലിൽ കിടന്ന് കളിയൊക്കെ കളിക്കുകയായിരുന്നു. ആ കളിക്കണ സമയത്ത് ഇവൾക്ക് എന്തോ പന്തികേട് തോന്നിയിട്ട് അവൾ തിരിച്ചു വന്നു. പോയില്ലേ, കയ്യിൽ നിന്ന് പോയി, എന്താ ചെയ്യുക. അന്ന് പിടികൂടി. അങ്ങനെ പിടികൂടി ആ പ്രശ്നത്തിൻ്റെ പേരിൽ എന്തൊക്കെ ജഗപുകയായിരുന്നു. ആ ജഗപുക അവിടെ ഉണ്ടായി. അത് മറ്റേ ഭാര്യനെ പോയി പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് അവിടെ ജയ് വിളിച്ച് അങ്ങ് ഇറങ്ങിപ്പോയി. ഇതാണ് ഉണ്ടായത്. എന്നാൽ പിന്നെ ഈ അടിമപ്പെണ്ണിൻ്റെ കൂടെ ഒക്കെ അതും ഒരു ഭയവും ഇല്ല. ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങളിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല എന്ന് എഴുതിയിട്ടുണ്ട്, അവിശ്വാസികൾക്ക് പ്രവേശനം ഇല്ല എന്ന് എഴുതിയിട്ടില്ല. അതാണ് ഹിന്ദുവിന്റെ പ്രത്യേകത. ഈ പ്രത്യേകത ഇല്ലാതെ ഒരുമാതിരി മുസ്ലിം സ്വഭാവത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. വി ഹാവ് ബീൻ അക്സെപ്റ്റിംഗ് ക്രിറ്റിസിസം. വാട്ട് ഈസ് റോങ് വിത്ത് ദാറ്റ്? കുറച്ചു പേര് നിരീശ്വരവാദിയായി ആയിക്കോട്ടെ എന്ന്. വലിയ പ്രശസ്ത നിരീശ്വരവാദികളെയൊക്കെ സഹിച്ച സമാജമാണിത്. എന്തുകൊണ്ടൊരു ആരിഫ് ഹുസൈനോ രവീന്ദ്രനെയോ സഹിച്ചുകൂടാ? എന്താ ഇത്ര വലിയ പ്രയാസം? അപ്പൊ അത് പേര് തന്നെ എടുത്ത് പറയണം. അല്ല, നിങ്ങളാണ് ഇപ്പൊ അറിയപ്പെടുന്ന നിരീശ്വരവാദികൾ, അറ്റ്ലീസ്റ്റ് സോഷ്യൽ മീഡിയയിൽ. ഇതിലും വലുത് അളയിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പുറമേ കാണുന്നത്. ഓക്കെ, എന്തായാലും നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. താങ്കൾ പറഞ്ഞ ആ വാക്ക് തന്നെയാണ്. അതായത് നമ്മളുടെ ലക്ഷ്യം ഇവിടെ ഒരു സമാധാനപൂർവ്വമായ എല്ലാവരുടെയും ഒരു